അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് പേര് കേട്ട മൂന്നാറിൽ നിന്ന് പോതമേട്ടിലോട്ട് പോകുമ്പോഴുള്ള ഓക്ക് ഫീൽഡ് എന്ന് പറയുന്ന റിസോർട്ട്. ഒരു ലെഷർ ഹോട്ടലായിരുന്നു. ഇതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്. ഇതിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. മൂന്നാർ പണ്ട് ഒഴിപ്പിക്കൽ നടന്നൊരു സമയം ഉണ്ടായിരുന്നു, കുടി ഒഴിപ്പിക്കൽ. അതായത് കയ്യേറ്റ ഭൂമിയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സർക്കാർ പിടിച്ചെടുത്ത റിസോർട്ടായിരുന്നു ഇത്. ഓക്കെ, പിന്നീട് ഇത് നടത്തിപ്പിനായിട്ട് KTDCയുടെ കയ്യിലൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര ഹോണ്ടഡ് ആയിട്ടുള്ള പല എക്സ്പീരിയൻസും പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുണ്ട്. ഒരു ഭയങ്കര ഒരു 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 കൊളോണിയൽ രീതിയിലൊക്കെ പണിയെടുപ്പിച്ച ആ ഒരു മോഡലിൽ ഭയങ്കര പഴക്കമൊന്നും ഇതിന് അത്രയ്ക്കില്ല. ഇതൊരു പ്രൈവറ്റ് പാർട്ടിയുടേതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ആരും ഉപയോഗിക്കാതെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതിൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളുമൊക്കെ. ഇത് KTDCയുടെ ഇതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പല സ്റ്റാഫുകളും ചില ആൾക്കാർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് ഈ പറയത്തക്ക വിധം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന്. പക്ഷേ ചിലർ പറയുന്നുണ്ട്, പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. സ്റ്റാഫായിട്ട് നിന്ന ആൾക്കാരൊക്കെ ഇനി ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് തിരികെ പോവുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഞാനിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒറ്റയ്ക്ക് ആണ് പോകുന്നതെങ്കിൽ ബെറ്റർ പകൽ പോകുന്നതാണ്, നൈറ്റ് അങ്ങനെ പോകാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്റ്റാഫിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു, ബങ്ക് ബെഡും കാര്യമാണ്. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇറങ്ങിയ DS ഇറേ മൂവി, നമ്മുടെ ഈ ടോപ്പിക്കിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും അവരൊക്കെ DS ഇറേ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. DS ഇറയിൽ നമ്മുടെ രോഹൻ, അതായത് പ്രണവ് മോഹൻലാലിൻ്റെ അടുത്ത് ഗോസ്റ്റ് തുടക്കത്തിൽ തന്നെ ആ ഒരു ബെഡിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ചെറുതായിട്ട് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. കഥകളൊക്കെ കേട്ട് പിന്നെ പകലായതുകൊണ്ട് ധൈര്യമായിട്ട് പോകുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്രണവ് മോഹൻലാലിൻ്റെ അടുത്തേക്ക് ഇത് നമുക്ക് എന്തായാലും സൂക്ഷിച്ച് വെച്ചേക്കാം. പ്രണവ് മോഹൻലാലിൻ്റെ അടുത്തേക്ക് തുടക്കത്തിൽ ഗോസ്റ്റ് വന്നിട്ട് എന്താ ചെയ്യണേ, ആ ബെഡിലിരിക്കുമ്പോൾ ബെഡിൽ ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെയും പലപ്പോഴും പല സ്റ്റാഫിനും ഗസ്റ്റിനും അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊരു റൂമായിരുന്നു. പുറത്തേക്കൊക്കെ നല്ല വ്യൂ ആണ്, പക്ഷേ നല്ല കാടുമാണ്. ഇവിടെ ടോട്ടൽ 5 പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ 2 പേരെന്തോ ഫോറിനേഴ്സ് കണ്ടായിരുന്നു. ഇവിടുത്തെ കുറേ കാര്യങ്ങളും രജിസ്റ്ററും ഫയലുകളും എല്ലാം ഇവിടെ വലിച്ചെറിഞ്ഞുപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടപ്പുണ്ട്. ഇവിടുത്തെ ബാത്റൂം, പിന്നെന്താ പറയണ്ടേ, അതിന് ശേഷം ഇത് പൊളിഞ്ഞ് വീഴുമോ എന്ന ഡൗട്ട് ഉണ്ട്. കുഴപ്പമില്ലായിരിക്കും അല്ലേ. ഗ്ലാസ്സൊക്കെ അതേ പൊട്ടിക്കിടക്കുന്നതിൻ്റെ പുറത്തൂടെ വേണം പോകാൻ. ഓക്കെ, അപ്പോൾ ഞാൻ കഥ പറഞ്ഞ് അതിൽ നിന്ന് ഡൈവേർട്ട് ആവുന്നില്ല. എനിക്ക് സ്ഥിരമുള്ളൊരു പ്രശ്നമാണത്. അപ്പോൾ DS ഇറയിൽ പ്രണവ് മോഹൻലാലിൻ്റെ അടുത്തേക്ക് ആ ബെഡിൽ ചെന്നിങ്ങനെ ഒരാൾ ഇരിക്കുന്നത് പോലെ, ഗോസ്റ്റിനെ ആളെ ഒന്നും നമ്മൾ കാണില്ല, പക്ഷേ ഒരാളിരിക്കുന്ന പോലെ ആ ബെഡിൽ ആ ഒരു ഇമ്പ്രഷൻ വരുന്ന സെയിം ഫീലിംഗ് ഇവിടെ ഉണ്ടാവാറുണ്ട്. അത് ആ സിനിമ കണ്ടിട്ട് ആരും പറയുന്നതല്ല. ഈ സംഭവങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വക കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഈ സിനിമ നമുക്ക് ഈ വർഷം ഒരു 3 മാസം മുമ്പ് 4 മാസം മുമ്പ് ഇറങ്ങിയതല്ലേ ഉള്ളൂ. ഇത് ഇവിടുത്തെ കിച്ചനാണ്. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്കുള്ള നില നമുക്ക് നോക്കാം. ഈ വീഡിയോ ഒരു സിംഗിൾ ഷോട്ട്, ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ സിംഗിൾ ഷോട്ടായിട്ട് ഇടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാഫിൻ്റെ റൂമൊക്കെയാണ്. ഇതാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ. ഈ സൈഡിൽ പുറത്തേക്കുള്ള വ്യൂ, എല്ലാം കാടാണ് എല്ലാ സൈഡും.
ഇവിടെയാണ് റൂംസൊക്കെ നേരെ വണ്ണം തുടങ്ങുന്നത്. ചില കാൽപ്പാടുകളൊക്കെ നമുക്കിവിടെ കാണാം. എല്ലായിടത്തും ബാത്ത് ക്യാബിനും ഇതുമാണുള്ളത്. ബാത്ത് ടബ് എന്നുള്ള റൂംസ് നമ്മൾ കണ്ടില്ല. സെയിം നമ്മൾ താഴെ കണ്ട പോലത്തെ റൂം എല്ലാം തല്ലി പൊട്ടിച്ചിട്ടേക്കുന്ന പോലത്തെ ഒരു ഇഫക്റ്റാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഹോക്ക്ഫീൽഡ് ഇതാണ്. ഇടയ്ക്കൊക്കെ ആൾക്കാർ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിനെക്കുറിച്ച് പറയുന്നത് വെറുതെ ആണെന്നും പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര നെഗറ്റീവ് എനർജി ഉണ്ട്, ഭയങ്കര നെഗറ്റീവ്. പിന്നെ ഇവിടുത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഏതോ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ തറ തൂക്കുകയും തുടക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്ന പോലുള്ള ശബ്ദം കേൾക്കും. പക്ഷേ റൂമിൻ്റെ പുറത്തൊക്കെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി നോക്കിയാൽ ഒരു മനുഷ്യനെയും കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലരത് ശരിയാണെന്നും പറയുന്നുണ്ട്, ചിലരത് ശരിയല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ മെജോറിറ്റി പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെയാണ്. ഇതൊരു വലിയ റൂമാണ്. എനിക്ക് തോന്നുന്നൊരു പ്രീമിയം കാറ്റഗറി റൂമായിരിക്കും. ഇവിടെ ബാത്ത് ടബൊക്കെ ഉണ്ട്. ബാത്ത് ടബ് ഇല്ല എന്ന് പറഞ്ഞ് ഒരിതായിരുന്നു. ഇത് വലിയ റൂമാണ്. നല്ല നെഗറ്റീവ് എനർജി ഉണ്ട് ഗൈസ്. ഞാൻ പല ലൊക്കേഷനും ഇതുപോലെ പോകുന്നതുകൊണ്ട് അറിയാൻ കഴിയുന്നുണ്ട്. എന്തൊരു വഴി 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 അയ്യോ, ഗൈസ് അവിടെ അവരെ തൊട്ടടുത്ത് വന്ന് എന്നെ ടച്ച് ചെയ്യാൻ പോകുന്ന പോലത്തെ ഒരു ഫീൽ വന്നു. അങ്ങനെ ഞാൻ ഓടി വന്നതാണ്. ഞാൻ ഓടുമ്പോഴെല്ലാം തൊട്ട് പുറകെ ആരോ ഉള്ള പോലെ. പക്ഷെ ഞാൻ ക്യാമറ എനിക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റില്ല, തട്ടി വീഴും. അതുകൊണ്ട് ഞാൻ ക്യാമറ തിരിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും ആരും കാണുന്നൊന്നുമില്ല. പക്ഷേ തൊട്ട് പുറകിൽ എന്തോ ഒരിതുണ്ട്. ഒന്നും വെറുതെ അല്ല ഗൈസ്, ഉറപ്പാണ്. ഈ പകൽ സമയത്ത് ഈ പട്ടാപ്പകൽ സമയത്ത് ഇപ്പോൾ ഒരു വൈകിട്ടൊരു 6 മണി നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. സൺലൈറ്റിൻ്റെയൊക്കെ ഒരു കളർ കാണുമ്പോൾ അറിയാമല്ലോ. വൈകിട്ട് എനിക്ക് തോന്നുന്നു ഉദ്ദേശം സമയം കറക്റ്റ് അറിയണമെങ്കിൽ നമുക്ക് ബൈക്കിൻ്റെ ഡാഷിൽ സമയം നോക്കാം. 5:58 PM. 5:58 ആയപ്പോഴേക്കും ഇവിടെ ഈ ഒരു ഹൊറർ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഗൈസ്, ഇവിടെ പ്രശ്നമുണ്ട്. ഇല്ല എന്ന് പറയുന്നവർ നമ്മളെ പറ്റിക്കുന്നതാണ്. സാധാരണ പലയിടത്തും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കും. ഇവിടെ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞ് പറ്റിക്കുന്നതാണ്. നമുക്ക് അടുത്തൊരു കടയുണ്ട്, അവിടുത്തെ ആളിനോട് ചോദിക്കാം. നമ്മുടെ ഈ ഹോക്ക്ഫീൽഡിൻ്റെ കഥയൊന്ന് പറഞ്ഞു ചോദിച്ചു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണോ? ഉള്ള കാര്യമുണ്ട്. കറക്റ്റ് അറിയില്ല. അപ്പോഴേക്കും പിന്നെ ഇത് ഫുള്ള് പൂട്ടിക്കിടക്കല്ലേ. അതിന് മുമ്പ് പക്ഷേ അങ്ങനെ ഒരു ഇതുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. കാരണം KTDCയുടെ കയ്യിലിടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ കുറേ കാലം. KTDC നടത്തിയപ്പോൾ അവിടെ ആ സമയത്ത് ഇതിൽ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫുകൾ അങ്ങനെ പറയുന്നുണ്ട്.
അതാ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കേട്ടല്ലോ ആ ചേച്ചി പറഞ്ഞത്. ചേച്ചി വന്നിട്ട് 1 വർഷം ആയിട്ടേ ഉള്ളൂ. എങ്കിലും ചേച്ചി പറയുന്നുണ്ട് 3/4 കള്ളവും 1/4 ഭാഗം സത്യവുമാണെന്ന്. ഓഫ് കോഴ്സ് എന്തുണ്ടെങ്കിലും അതിനകത്ത് കുറേ എക്സാജറേഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒറ്റ വാക്കിൽ അവർ പറയുന്നുണ്ട് 3/4 കള്ളവും 1/4 ഭാഗം സത്യവും ഉണ്ട് എന്ന്. സത്യത്തിൻ്റെ വഴിയിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ സംശയമില്ല, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തോട്ട് നോക്കാനേ പേടിയാവുന്നുണ്ട്. പിന്നെ കോമ്പൗണ്ട് വിട്ട് പുറത്ത് വരാൻ സാധ്യതയില്ല എന്നൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് കോമ്പൗണ്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ വളരെ ധൈര്യസമേതം നിന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങളതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടതല്ലേ? വല്ലാത്തൊരു ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ളൊരു ഇതാണ്. ഈ ഒരു 5:30-6 മണി സമയത്ത് എടുത്തപ്പോൾ ഈ അവസ്ഥയാണെങ്കിൽ നൈറ്റ് ആകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളാ ഒരു ശബ്ദം കേൾക്കാവോ? നിങ്ങൾക്ക് കേൾക്കാവോന്ന് അറിയില്ല, അലർച്ച പോലത്തെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഞാനിടാം ഗൈസ്.